ദേവ് ട്രാവൽ വേൾഡിൻ്റെ 83ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. സൈലൻറ്റ് വാലിയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. കേരള വനം വകുപ്പ് സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൽ സംഘടിപ്പിക്കുന്ന ഗൈഡഡ് ടൂറിൽ പുതുതായി നിയമനം ലഭിച്ച ഗൈഡ് രാജനാണ് ഈ ടൂറിൽ നമ്മളുമായി കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. ഒച്ചേണ്ട തൂക്കല് അതൊന്നും പാടില്ല. ഒരു 100 അടിയുടെ വാച്ചിന്റെ വന്നിട്ട് നമുക്ക് കയറാൻ അതിനുമേലെ ചിലപ്പോൾ തൂകരുത്. പിന്നെ പ്ലാസ്റ്റിക്കും പഴത്തൊലികളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയിട്ടുണ്ട് തന്നെ വയ്ക്കട്ടോ. കേരള വനം വകുപ്പ് നടത്തുന്ന ഗൈഡഡ് ടൂർ വഴി മാത്രമേ സന്ദർശകർക്ക് സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ റോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ആദിവാസികൾ തന്നെ അവർക്കൊരു തൊഴിലുമാണ്. 149 ചതുരശ്ര കിലോമീറ്ററിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ സംരക്ഷിത വനമേഖല കടന്നു വേണം സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിലേക്ക് പ്രവേശിക്കാൻ. നമ്മളിപ്പോൾ കാണുന്ന ഈ ഭൂപ്രദേശത്ത് മുടുക വിഭാഗത്തിൽപ്പെട്ട 70ഓളം ആദിവാസി കുടുംബങ്ങൾ താമസിച്ചു വരുന്നുണ്ട്. കൃഷി ചെയ്യുന്നതിന് ഇവിടെ ചില നിയന്ത്രണങ്ങളുണ്ട്. 3 വിഭാഗക്കാരാണ് ഉള്ളത്: ഇരുള, മുടുക, കുറുമ്പ. ഇതിലിപ്പോ ഈ കാണുന്നത് 70 കുടുംബങ്ങൾ വീടാണ്. ഇവര് വന്നിട്ട് മുടുക വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി കോളനിയാണ് ഉണ്ടാകുക. ഫുള്ള് കാടായി. അവരൊക്കെ ആ ഭാഗത്തിലുള്ളവരൊക്കെ കുറുമ്പ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഈ കാണുന്ന മരമാണ് വെടിപ്ലാവ് എന്നറിയപ്പെടുന്നത്. ഈ പ്ലാവിലുണ്ടാകുന്ന ചെറിയ തരം ചക്കകളാണ് പ്രധാനമായും സിംഹവാലൻ കുരങ്ങിൻ്റെ ഭക്ഷണം. സൈലൻറ്റ് വാലി കാടുകളിൽ മാത്രം കണ്ടുവരുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വന്യജീവിയാണ് സിംഹവാലൻ കുരങ്ങ് അഥവാ ലയൺ ടെയിൽഡ് മക്കാക്ക്. ഈ പ്ലാവ് അവയുടെ സംരക്ഷണത്തിന് വലിയ പങ്ക് വഹിക്കുന്നു. കാടിനകത്തേക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച കോൺക്രീറ്റ് പാതയാണിത്. ഇന്നും യാതൊരു കേടും കൂടാതെ ഈ പാത നിലനിൽക്കുന്നു. അപൂർവ ഇനം സസ്യജന്തുജാലങ്ങൾക്ക് താമസമൊരുക്കുന്ന ഈ വനത്തിൽ നിന്നും ലോകത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ടു എന്ന് കരുതിയിരുന്ന കടുവ ചിലന്തിയെ വർഷങ്ങൾക്ക് മുമ്പ് സ്വീഡിഷ് ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ലോകത്ത് ഇന്ന് അവശേഷിക്കുന്ന വളരെയേറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള വനമേഖലകളിൽ ഒന്നാണ് ഈ നിത്യഹരിത വനം. പശ്ചിമഘട്ട മലനിരകളിൽ നീലഗിരി ബയോസ്ഫിയറിനുള്ളിലാണ് ഈ വനമേഖല വരുന്നത്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഉൾപ്പെടെ ഇന്ത്യ ഗവൺമെൻറ് രാജ്യത്ത് 18 സംരക്ഷിത ജൈവ മണ്ഡലങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒന്നോ ഒന്നിലധികമോ ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും സംരക്ഷിത ജൈവ മേഖലയ്ക്കുള്ളിൽ വരാം. ജൈവമണ്ഡലങ്ങൾ വഴി സസ്യജാലത്തെയും ജന്തുജാലത്തെയും മാത്രമല്ല, അവിടെ അധിവസിക്കുന്ന മനുഷ്യ സമൂഹങ്ങൾക്കും ഇതുവഴി സംരക്ഷണം നൽകുന്നു. അട്ടപ്പാടി ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട 81 ചതുരശ്ര കിലോമീറ്ററും മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട 27 ചതുരശ്ര കിലോമീറ്ററും കാളികാവ് ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട 40ഓളം ചതുരശ്ര കിലോമീറ്ററും ചേർന്ന വനമേഖലയാണ് സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൽ ഉൾപ്പെട്ടത്. വളരെ വിശാലമായ ഇവിടുത്തെ നീർത്തടത്തിൽ നിന്നുദ്ഭവിക്കുന്ന നദിയാണ് ഭാരതപ്പുഴയുടെ പോഷക നദിയായ കുന്തിപ്പുഴ. നീലഗിരി കുന്നുകളിൽ നിന്നുദ്ഭവിച്ച് സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന മറ്റൊരു പുഴയാണ് ഭവാനിപ്പുഴ. കടലുണ്ടിപ്പുഴയുടെ തുടക്കവും സൈലൻറ്റ് വാലിയുടെ അതിർത്തിയിൽ നിന്നാണ്. പശ്ചിമഘട്ട മലനിരകളിലെ അഗിണ്ട മലകളിൽ നിന്നുദ്ഭവിച്ച് സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന തൂതപ്പുഴയുടെ ജലസമൃദ്ധിക്ക് അടിസ്ഥാനവും സൈലൻറ്റ് വാലി നീർത്തടം തന്നെ. ഉഷ്ണമേഖലാ മഴക്കാടുകളിലെ സ്ഥിര സാന്നിധ്യമായ ഒരു പ്രത്യേകതരം ചീവീടിൻ്റെ അസാന്നിധ്യം കൊണ്ട് നിശബ്ദമായ ഈ കാട്ടിൽ ഒരരുവിയുടെ ശബ്ദം വ്യക്തമായി കേട്ട് അത് കാണാൻ കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചതാണ് ഞാൻ. അതോടൊപ്പം ഈ വനത്തിനുള്ളിലെ സസ്യജന്തു വൈവിധ്യവും ക്യാമറയിൽ പകർത്തണം എന്നൊരു മോഹവും. എന്തായാലും ഈ ഉദ്യമം വൃഥാവിലായില്ല.
ഞങ്ങളെല്ലാവരും ഏറെ നേരം തെരഞ്ഞുകൊണ്ടിരുന്ന സിംഹവാലൻ കുരങ്ങൻ കൂട്ടത്തിനു മുന്നിൽ തന്നെ ഞാൻ എത്തിപ്പെട്ടു. മറ്റു കുരങ്ങുകളിൽ നിന്നും വ്യത്യസ്തമായി ഉൾക്കാടുകളിൽ മരങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന ഇവരെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. സസ്യശാസ്ത്രജ്ഞരുടെ അമൂല്യ നിധിശേഖരം എന്ന് വിളിക്കപ്പെടുന്ന ഈ വനത്തിൽ 1000-ൽ പരം ഇനത്തിൽപ്പെട്ട സപുഷ്പികളും 107 ജാതിയിൽപ്പെട്ട ഓർക്കിഡുകളും 100 ഇനത്തിൽപ്പെട്ട പന്നൽ ചെടികളും 200ഓളം ഇനം പായൽ സസ്യങ്ങളും 75 ഇനം കൽപ്പായലുകളും 200-ൽ പരം ഇനത്തിൽപ്പെട്ട ആൽഗകളും കണ്ടെത്തിയിട്ടുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന നീലഗിരി ഥാർ അഥവാ വരയാട്, നീലഗിരി ലങ്കൂർ അഥവാ കരിങ്കുരങ്ങ്, ഗ്രിസിൽഡ് ജയൻറ്റ് സ്ക്വിറൽ അഥവാ ചാമ്പൽ മലയണ്ണാൻ തുടങ്ങിയ മൃഗങ്ങളും ഈ കാട്ടിൽ അധിവസിക്കുന്നുണ്ട്. ആനയുൾപ്പെടെ 34 ഇനം സസ്തനികൾ ഈ കാട്ടിലുണ്ട്. ഈ മരത്തൊലിയിൽ പോറലുണ്ടാക്കി കിട്ടുന്ന കറയാണ് കുന്തിരിക്കമായി മാറുന്നത്. കടുവ, തേൻകരടി, പുലി, പൂച്ചപ്പുലി, കാട്ടുപൂച്ച, മീൻപിടിയൻ പൂച്ച, പൂവെരുക്, പനവെരുക്, പുള്ളിവെരുക്, ചെങ്കീരി, ചുണയൻകീരി, കാട്ടുനായ, നീർനായ, പറക്കും അണ്ണാൻ, മലയണ്ണാൻ, നാടൻ കുരങ്ങ്, ഈനാമ്പേച്ചി തുടങ്ങി പലതരം മൃഗങ്ങൾ ഈ കാട്ടിൽ വസിക്കുന്നു. രോമച്ചിറകൻ വവ്വാൽ ഉൾപ്പെടെ 9 ഇനം വവ്വാലുകളും അത്രയും തന്നെ ഇനം എലികളും ചുണ്ടലികളും ഈ വനത്തിൽ വസിക്കുന്നുണ്ട്. ഇത്രയും സമ്പൽ സമൃദ്ധമായ ഈ വനം ഇന്നത്തെ നിലയിൽ സംരക്ഷിച്ചു നിർത്തുന്നതിൽ നിർണായക പ്രവർത്തനം കാഴ്ചവെച്ച കേരള ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകരിൽ ശ്രദ്ധേയനായ പ്രൊഫസർ ശ്രീധരൻ സാറിൻ്റെ വാക്കുകൾ കേൾക്കാം. പരിണാമം നടന്ന ഒരു പ്രദേശമാണ് ലക്ഷോപലക്ഷം വർഷങ്ങൾ. അതാണ് നമ്മളെ വാദം. സിംഹവാലൻ കുരങ്ങ് ഈ പരിണാമ പ്രക്രിയയിലെ മനുഷ്യനോട് അടുത്ത് നിൽക്കുന്ന, ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന ഒരു ജീവപരിണാമ പ്രക്രിയയിലുള്ള ഒരു ജീവിതമാണ്. അവിടം വരെ പരിണാമം നടന്ന പ്രദേശമാണ് സാധാരണ വരെ. ലക്ഷോപലക്ഷം വർഷങ്ങളിൽ ഈ വനം ഇങ്ങനെ തന്നെ നിൽക്കുക. അതാണ് എന്താ പ്രാധാന്യം. ഇനിയും എന്തെല്ലാം എവല്യൂഷൻ അവിടെ ഉണ്ടാവാം, എന്തെല്ലാം തരം ജീവിജാതികൾ ഉണ്ടായിക്കൂടായിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ സാധാരണക്കാർക്കൊന്നും അവരോടൊന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റാത്ത അത്രയും വൈപുല്യമാർന്ന ജീവജാതികളാണ്. അന്ന് തന്നെ ലോകത്തിലുള്ള ആകെ ജീവജാതികളുടെ 10% പോലും നമ്മൾ കണ്ടെത്തിയിട്ടില്ല, പഠിച്ചിട്ടില്ല. അത് മുഴുവൻ പഠിക്കണം എന്നുള്ളതാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരം എത്ര വലുതായിരിക്കും. അതാണ് എന്നുള്ളത്. അതൊക്കെയാണ് ഇതിന്റെ പ്രാധാന്യം. പരിസ്ഥിതി വേണോ വികസനം വേണോ എന്ന് ചോദിച്ചാൽ ചിലവർ പറയും വികസനം വേണ്ടത് പരിസ്ഥിതി പോയാലും കുഴപ്പമില്ല, മറ്റുള്ളവർ തിരിച്ചു പറയും. പക്ഷെ ഇത് രണ്ടുമല്ല നമ്മൾ പറഞ്ഞു. നമ്മൾ പറയുന്നത് വെച്ചാൽ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടേ വികസനം സാധ്യമാകും. ആ ആശയം ഉത്പാദിപ്പിച്ചു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിന്റെ പരിഷത്തിന്റെ സംഭാവന. വർഷത്തിൽ ശരാശരി 600 സെൻറ്റിമീറ്ററിലധികം മഴ ലഭിക്കുന്ന സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ ധാരാളം നീരുറവകളും കൊച്ചരുവികളും അങ്ങിങ്ങായി ഇത്തരം കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങളുമുണ്ട്. വാഹനം നിർത്തി റോഡിലൂടെ മെല്ലെ നടന്ന ഞങ്ങൾക്ക് മുന്നിൽ മരക്കൊമ്പിലൂടെ റോഡ് ക്രോസ് ചെയ്ത സിംഹവാലൻ്റെ ദൃശ്യം ഏറെ ഹൃദ്യമായി. വിരമിച്ച അധ്യാപകരുടെ ഈ ഗ്രൂപ്പിൽ കാഴ്ചയുടെ കൗതുകങ്ങളിലേക്ക് ഒറ്റ തിരിഞ്ഞോടുന്ന ഇത്തരം നിഷ്കളങ്ക യൗവനങ്ങളും ഉണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് സൈലന്റ് വാലി, ഇതുവരെ കഴിഞ്ഞത് ബഫർ സോൺ എത്ര കിലോമീറ്റർ ആണുള്ളത്? 21 കിലോമീറ്റർ ബഫർ സോണും ഇവിടുത്തെ സൈലന്റ് വാലി 1.5 കിലോമീറ്റർ സൈലന്റ് വാലി ഏരിയ. എനിക്ക് ഈ സൈലന്റ് വാലി എന്ന് പറയുന്നത് 89.52 സ്ക്വയർ കിലോമീറ്റർ. അതെ അതെ. ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാടാണ് നമ്മുടെ ബഫർ സോൺ ഏരിയ ആണല്ലേ. കിഴക്കോട്ട് ഒഴുകുന്നതാണ് ഭവാനിപ്പുഴ. ഒഴുകുന്ന കൂടെ അത് ഭാരതപ്പുഴയിൽ ചെന്ന്. വാച്ച് ടവറിനടുത്ത ഈ സ്ഥലം വരെയേ വനം വകുപ്പിൻ്റെ വാഹനം പോവുകയുള്ളൂ. ഒരു ഇക്കോ ഫ്രണ്ട്ലി ഷെൽട്ടറും മറ്റൊരു വാഷ്റൂമും ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇവിടെ പെർമനന്റ് സ്റ്റാഫാണോ? ആ, എങ്ങനെയൊക്കെയാണ് പേര്? എൻ്റെ പേര് മരുതി. മരുതി. എൻ്റെ പേര് ഗീത. ഗീത. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റിന്റെ കാടിന്റെ മക്കളാണ് അല്ലേ? അത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ല ഇടപെടലുണ്ടോ? നിങ്ങളെ കുടുംബാംഗങ്ങളെയൊക്കെ ഈ രീതിയിൽ ജോലി
നൽകിക്കൊണ്ട് സംരക്ഷിക്കുന്നതിൽ സർക്കാരുകൾ വേണ്ട പിന്തുണ നൽകുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട് ഉണ്ട് അല്ലേ? കാടിൻ്റെ അടുത്താണോ വീട്, അല്ലെങ്കിൽ ഞങ്ങളുടെ വീടൊക്കെ ഒത്തിരി ദൂരെയാണ്? 10 ദിവസത്തിലൊരിക്കലേ ഞങ്ങൾ ഇറങ്ങുള്ളൂ. വീട്ടിലേക്ക് പോവുള്ളൂ. ടവർ ഉണ്ടാവില്ല. ഇവിടുത്തെ ജീവിതം സാറ്റിസ്ഫൈഡ് ആണോ? ഇവിടെ ജീവിതം ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം. സ്നേഹമുള്ള മൃഗങ്ങളാണ് ചുറ്റിലുള്ളത്. അല്ല, അറ്റ്മോസ്ഫിയർ പൊതുവെ ശാന്തമാണ്. ഞങ്ങൾക്ക് കാട്ടിൽ അങ്ങനെ ജീവികളെ പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫുൾ സെക്യൂർഡ് ആണ്. അതെ അതെ, തീർച്ചയായിട്ടും ഇവിടെ മൃഗങ്ങൾ വരുമോ? വരും സാർ. എന്റെ മുമ്പിൽ പെട്ടു ഞങ്ങള് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്കൊരു സിഗ്നൽ കിട്ടും, സ്മെല്ല് കിട്ടും. ആനയൊക്കെയാണെങ്കിൽ നമുക്ക് സ്മെല്ല് കിട്ടും. അതുപോലെ മലമ്പൊക്കെ ആണെങ്കിൽ അതിന്റെ സ്മെല്ല് കിട്ടും. എല്ലാത്തിന്റെ ഞങ്ങൾക്ക് ഒരു സിഗ്നൽ ഉണ്ട്. അപ്പൊ ആ സിഗ്നൽ അങ്ങനെയാണ് ഞങ്ങൾ മൂവ് ചെയ്ത് പോണത്. ഞങ്ങൾ ഫീൽഡ് വർക്കാണ്. അപ്പം അങ്ങനെയാണ് മൂവ് ചെയ്ത് നമ്മൾ പോണത്. അപ്പൊ അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. അതെ അതെ, ഞങ്ങൾ ഫോറസ്റ്റ് വാച്ചർ സ്പെസിഫിക് റിക്രൂട്ട്മെന്റ് ആണ്. സർവീസ് കയറിയിട്ട് കുറെ കാലമായോ? സർവീസ് കയറി 2013 കയറിയതാണ്. 13 കയറി 11 വർഷം ആയി. അതെ, 11 വർഷം. നമ്മള് 4 വർഷം. 4 വർഷം. ജോലി സമയമൊക്കെ എങ്ങനെയാണ്? ജോലി സമയം 24 മണിക്കൂറാണ് ഞങ്ങൾക്ക്. അതെ അതെ, ഓഫ് അങ്ങനെ ഇല്ല ഞങ്ങൾക്ക്. ഇല്ല ഓഫ് ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. ഇവിടെ 10 ദിവസം ഞങ്ങൾ നിൽക്കണം. 10 ദിവസം നിന്ന് കഴിഞ്ഞാൽ ഒരു 3 ദിവസം വീട്ടിൽ നിന്ന് തിരിച്ചു വരാം. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും നമുക്ക് ഇവിടെ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇറങ്ങിപ്പോയി പിറ്റേസം കയറണം. പിറ്റേസം കയറി വരണം. അതാണ് ഞങ്ങൾ മെയിൻ പ്രൊട്ടക്ഷൻ ആണ്. ഞങ്ങൾ വീട് അട്ടപ്പാടി തന്നെയാണ്. അട്ടപ്പാടിയാണ്. ഇവിടുന്ന് തന്നെ 23 കിലോമീറ്റർ, അവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ കൂടി. അതെ, താഴെ ഇവിടം വരെ. അവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ കൂടി. അഗളി പഞ്ചായത്തിലാണ്. കോട്ടപ്പുറയുടെ സാറേ 2 പഞ്ചായത്തും കൂടെ വരും. ഇത് തെങ്കര പഞ്ചായത്താണ്. ഇതുവരെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ പെടുന്ന ഏരിയ ആണ്. ഇവിടെ രണ്ടും വരുന്നുണ്ട് നമുക്ക്. പഞ്ചായത്തിന്റെ കുറച്ച് ശാഖയും വരും. മറ്റേ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി കീഴിൽ വരുന്ന ഏരിയയാണ്. നമുക്ക് ആ കാണുന്ന വെൽക്കം ബോർഡിൽ ബാക്കിയുള്ള ഭവാനിയിലേക്കാണ് ഭവാനി. ഇവിടെ 3 വിഭാഗത്തിലും ഉണ്ട്. ഇരുള, മുടുക, കുറുമ്പ എല്ലാവരും ഉണ്ട്. അവര് മാത്രം താമസിക്കുന്നതാണ് റെയർ ഉള്ളേരിയയിൽ താമസിക്കുന്നത്. റിസർവിനകത്തുള്ളത്. റിസർവിനകത്തേക്ക് ഇരുള, മുടുക വരുന്നില്ല. കുറുമ്പാസ് മാത്രമാണ് റിസർവിൽ. അതെ, കുറുമ്പ മാത്രം റിസർവിൽ വരും. ബാക്കി എല്ലാവരും പുറത്താണ്. പിന്നെ നമുക്കിവിടെ ഒരു കരുവര ഫാം ഉണ്ട്. അത് നമുക്ക് കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിയുടെയാണ്. അതിന്റെ കീഴിൽ നമ്മൾ 3 വിഭാഗക്കാരും ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് നമ്മൾ ഗവൺമെന്റ് ലീസിനെടുത്ത് ചെയ്യുന്നുണ്ട്. അവിടെ വന്ന് അവര് സെറ്റിൽഡ് ആണ്. അപ്പൊ അവിടെ ഇരുള, മുഴുക, കുറുമ്പ എല്ലാവരും നമ്മുടെ ജോബിന്റെ കാര്യത്തിനായിട്ട് വന്ന് അവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ചികിത്സാ സൗകര്യങ്ങളൊക്കെ എങ്ങനെയായി പറഞ്ഞ സ്ഥലത്തല്ലേ ഈ അഗളി പോലുള്ള സ്ഥലത്ത്? അഗളി പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പം മെച്ചൂർ ആയിട്ടുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഇല്ല. അതെ, ഇപ്പൊ താഴത്ത് മണ്ണാർക്കാട് ഇറങ്ങിയാലേ രക്ഷയുള്ളൂ. അപ്പൊ അതുപോലെയുള്ള ഇഷ്യൂസ് ഞങ്ങൾക്ക് ഇവിടെ അട്ടപ്പാടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇല്ലേ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ട് സാർ. അവിടെ വെച്ചെങ്കിൽ മാറി വരുന്ന ഡോക്ടർമാരും പിന്നെ യൂണിവേഴ്സിറ്റി ഒന്നും പഠിച്ചിറങ്ങുന്ന 1-2 വർഷത്തേക്ക് ജില്ലയിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്ന ആൾക്കാരാണ് ഇവിടെ. അതെ, ബോണ്ടിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ നിന്ന് ഇവരെ ചികിത്സിക്കണം അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം എന്നുള്ള താല്പര്യമൊന്നും ഉണ്ടാകും. വേറെ വിവരങ്ങൾ നൽകിയതിന് സന്തോഷം. മരുതിയും ഗീതയും. ഈ കാണുന്നതാണ് സൈലന്റ് വാലിയിലെ 100 അടി പൊക്കമുള്ള വാച്ച് ടവർ. 1984 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് 1985 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ്. കേരള വനം വന്യജീവി വകുപ്പിന്റെ കീഴിൽ നല്ല നിലയിൽ സംരക്ഷിക്കപ്പെടുന്ന ഈ വാച്ച് ടവറിൽ ഒരേ സമയം 12 പേർക്ക് മാത്രമേ കയറാൻ അനുവാദമുള്ളൂ. ഇത്രയും സമ്പന്നമായ ഈ പ്രകൃതി സമ്പത്ത് ഒരു ജലവൈദ്യുത പദ്ധതിയുടെ പേരിൽ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അതെ, അങ്ങനെയൊരു ശ്രമം 1970കളിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ജലസമൃദ്ധമായ കുന്തിപ്പുഴയിൽ ഒരു ഡാം കെട്ടി ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാനുള്ള ശ്രമം. അപ്പോൾ സൈലന്റ് വാലി എന്ന ഈ ഒരു വളരെ വളരെ സവിശേഷമാർന്ന ഈ വനപ്രദേശം സംരക്ഷിച്ചു നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്.
വനത്തിൻ്റെ നിലനിൽപ്പും നമ്മുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നിലനിൽക്കുന്നതിൽ ബന്ധം ഇത് മനസ്സിലാക്കിയിട്ട് വനനശീകരണത്തിനെതിരെ ഉള്ള പോരാട്ടം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സൈലന്റ് വാലി എന്ന ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയെക്കുറിച്ച് പരിഷത്ത് അറിയുന്നത്. 1977 നടന്ന വാർഷിക ക്യാമ്പിൽ മാഷി സൈലന്റ് വാലിയുടെ പ്രമേയം അത് അവതരിപ്പിക്കുകയും അത് പരിഷത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ആ വനത്തിന്റെ പാരിസ്ഥിതികമായ പ്രാധാന്യം, സാമ്പത്തികമായ പ്രാധാന്യം, ജീവശാസ്ത്രപരമായ പ്രാധാന്യം, എല്ലാ പ്രാധാന്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി 78 ആയപ്പോഴേക്കും പരിഷത്ത് ഈ പദ്ധതി മാറ്റിവെക്കണം. വൈദ്യുതി ഉണ്ടാക്കാൻ നമുക്ക് 250 മെഗാവാട്ട് വൈദ്യുതിയാണെങ്കിൽ അതിന് അനവധി മാർഗങ്ങളുണ്ട്. അപ്പോൾ മറ്റേതെങ്കിലും മാർഗം വൈദ്യുതി വേണ്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല. 250 മെഗാവാട്ടില്ല, നമുക്ക് അതിനേക്കാൾ കൂടുതൽ വൈദ്യുതി ആവശ്യമുണ്ട്. പക്ഷേ അതിന് ഈ ഒരു വിശേഷധാരണ ഇത്രയേറെ ജൈവവൈവിധ്യമുള്ള ദൈവസമ്പത്ത് കൊണ്ട് സമ്പുഷ്ടമായ ഇത്തരമൊരു വനം നശിച്ചു പോകാൻ പാടില്ല. 900 ഹെക്ടർ വനമേ നശിച്ചു പോകുന്നുള്ളൂ എങ്കിലും അത് വലിയ വിശാലമായ വനമാണ്. പക്ഷേ അതിൻ്റെ തുടർച്ച നഷ്ടപ്പെട്ടു. ഒരു വനം സ്വാഭാവികമായി പരിണമിച്ചുണ്ടാകണമെങ്കിൽ അതിനൊരു ഒരു ക്രിട്ടിക്കൽ സൈസ് ഉണ്ടായിരിക്കാം. ആ ക്രിട്ടിക്കൽ സൈസ് ഇല്ലെങ്കിൽ നമ്മൾ മുറിഞ്ഞു പോയാൽ തുണ്ടമായി പോയി കഴിഞ്ഞാൽ തുണ്ടം വനത്തിന് പിന്നീട് പാരിസ്ഥിതികമായ തുടർച്ച നിലനിർത്തിക്കൊണ്ട് നിലനിൽക്കണം. ഏത് സിസ്റ്റത്തിനും നിലനിൽക്കാനും വളരാനും ഒരു ക്രിട്ടിക്കൽ സൈസ് വേണം. സൈലന്റ് വാലി വനം അങ്ങനത്തെ സൈസ് ഉള്ളതാണ്. അതിനൊന്ന് അടുത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് സാധനം ഉണ്ടായി കഴിഞ്ഞാൽ തുണ്ടമായി പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ക്രിട്ടിക്കാലിറ്റി നശിച്ചു പോവുകയും അതിവിടെ നടക്കേണ്ട എവല്യൂഷൻ പിന്നീട് നടക്കാതാവുകയും ചെയ്യും. അപ്പോൾ അത് ജീവപരിണാമ പ്രക്രിയയിലേക്ക് മനുഷ്യൻ്റെ വളരെ ഗൂഢമായ ഒരു കടന്നുകയറ്റമായി മാറുമെന്നും അതിനാൽ അത് മാറ്റിവെക്കണമെന്നും വൈദ്യുതി ഉണ്ടാക്കാൻ മറ്റു മാർഗങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ഇവിടെ നടക്കുന്ന അണക്കെട്ട് നിർമ്മാണം തുടരുകയാണെങ്കിൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക നാശം എത്ര വലുതായിരിക്കും, അതുകൊണ്ടുണ്ടാകുന്ന മറ്റ് ഭൗതികമായ നേട്ടങ്ങൾ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് തുലനം ചെയ്യുമ്പോഴേ ഈ പാരിസ്ഥിതിക നാശം വളരെ വലുതാണെന്നും പരിസ്ഥിതി നശിപ്പിച്ചുകൊണ്ടുണ്ടാകുന്ന വികസനമല്ല എന്നുള്ള പരിസ്ഥിതി വികസനവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അത് ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യുകയാണ്. അതിന് ധാരാളം മാധ്യമങ്ങൾ ഉപയോഗിച്ചു. പത്രമാധ്യമങ്ങളുണ്ട്, അതുപോലെ തന്നെ ആനുകാലികങ്ങളുണ്ട്. അതിലൊക്കെ നിരവധി ലേഖനങ്ങൾ എഴുതി ആളുകളെ ബോധ്യപ്പെടുത്തണം. ലേഖനം ആദ്യമായിട്ട് എഴുതി മാത്രം അയച്ചപ്പോൾ നല്ല ഒരു ലേഖനം പ്രസാദ് മാഷ് തന്നെയാണ് എഴുതിയിരുന്നത്. അന്ന് വരെ ആ ലേഖനം വരുമ്പോഴും എല്ലാവരും വാസ്തവത്തിൽ മൂക്കത് വിരലെടുക്കുകയാണ് ചെയ്തത്. കാരണം ഒരു അണക്കെട്ട് വേണ്ട എന്നുള്ളതിന് ശാസ്ത്രീയമായ വാദഗതികൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന ആദ്യത്തെ ലേഖനമായിരുന്നത്. അതാണ് അതിൻ്റെ പ്രാധാന്യം. അത് അവിടെ മാത്രമല്ല, പല ലേഖനങ്ങളിൽ വന്ന് പലരും എഴുതി. പിന്നെ കഥകൾ, കവിതകൾ എന്നുള്ള രീതിയിൽ ഞാൻ പരിഷത്തിന്റെ പ്രവർത്തനമായിരുന്നു. എല്ലാവിധ സാംസ്കാരിക പ്രവർത്തകരെയും കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും ഒക്കെ പരിഷത്ത് ബന്ധപ്പെട്ടു. അവരിലേക്ക് ഈ ആശയം എത്തിച്ചു. ഇപ്പോൾ സുഗതകുമാർ ടീച്ചറാണെങ്കിലും KV സുരേന്ദ്രനാഥ് ആണെങ്കിലും അതുപോലെ ധാരാളം വിഷ്ണുധാരാളം നമ്പൂതിരി, എത്രയെത്ര അന്നത്തെ പ്രധാനപ്പെട്ട സാഹിത്യ സാംസ്കാരിക നായകന്മാരുമായിട്ടൊക്കെ ഈ ആശയം പരിസ്ഥിതി എന്നുള്ള ആശയം എത്തിക്കുകയും അവർ രംഗത്ത് വരികയും ചെയ്യും. അവരിലൂടെയാണ് പിന്നെ ആശയം പ്രചരിക്കുന്നത്. അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെയാണ് ആശയം പ്രചരിക്കുന്നത്. അവിടെ കൊണ്ടൊന്നുമില്ല. അന്ന് ആ കാലത്ത് 78 കാലത്തൊക്കെ തന്നെ പരിഷത്ത് ചെയ്തുകൊണ്ടിരുന്ന നിരവധി ശാസ്ത്ര പ്രസ്ഥാനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വന്ന് ബോംബെ നാച്ചുറലിസ്റ്റ് സൊസൈറ്റി. ബോംബെ നാച്ചുറലിസ്റ്റ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. പക്ഷെ അവരുടെ ശ്രദ്ധയിൽ ആദ്യം ഇത് വന്നിട്ടില്ല. പക്ഷെ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അവർ പരിഷത്ത് മുന്നോട്ട് വെച്ച ആശയങ്ങൾ സ്വാംശീകരിച്ച് അവർ അതുമായി പ്രവർത്തിക്കാൻ തുടങ്ങി. നിരവധി ശാസ്ത്രം, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ആശയം കിട്ടിയപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി അവരുടെ തന്നെ ഒരു ടീമിനെ ഉണ്ടാക്കി അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്ര പ്രസ്ഥാനങ്ങളെല്ലാം ബന്ധപ്പെട്ട് അവരെല്ലാം ഈ ആശയം ഉൾക്കൊള്ളുന്നു, അവരൊക്കെ ഉൾക്കൊണ്ടു. അപ്പോൾ പരിസ്ഥിതി വികസനം തമ്മിലുള്ള ഈ ബന്ധം അത് മനസ്സിലാക്കി ആ ആശയം ഉൾക്കൊള്ളുക എന്നുള്ളത് അതായിരുന്നു പരിഷത്ത് ചെയ്ത ഏറ്റവും വലിയ. അങ്ങനെയാണ് ഇത് മുന്നോട്ട്. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ 1979 പരിഷത്ത് തന്നെ വീണ്ടും ഇത് കുറച്ചും കൂടി ആഴത്തിലുള്ള പഠനം വേണമെന്ന് വെച്ചാൽ 5 അംഗങ്ങളുടെ പരിഷത്തിൽ ഏറ്റവും സ്വീകൃതമായിട്ടുള്ള 5 സയൻറ്റിസ്റ്റുകളുടെ ഒരു സംഘത്തെ പഠനത്തിന് വേണ്ടി നിയമിച്ചു. എന്നിട്ട് പരിഷത്ത് ആ പഠന സംഘം ഒരു വർഷം കൊണ്ട്, ആ വർഷം തന്നെ 78 തന്നെ അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. ടെക്നോ എക്കണോമിക് ആൻഡ് സോഷ്യോ പൊളിറ്റിക്കൽ അസസ്മെന്റ് ഓഫ് സൈലന്റ് വാലി എന്ന പേരിൽ ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ടായിരുന്നു അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം. അത് വളരെ നല്ല ഒരു സയന്റിഫിക് സ്റ്റഡിയായിരുന്നു. ആ സ്റ്റഡി കൊണ്ടുവന്നു. അത് എല്ലാവരെയും ഈ റിപ്പോർട്ട് എത്തുകയും ചെയ്തു. അതങ്ങനെ 1978-79 ആ റിപ്പോർട്ട്. 80 അത് ഇന്ദിരാഗാന്ധിയുടെ ശ്രദ്ധയിൽ വന്നു. അതിൻ്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ശ്രദ്ധയിൽ വന്നു. ഇന്ദിരാഗാന്ധി 80 കേരള ഗവൺമെന്റിനോട് ഇതേക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് വരെ പ്രവർത്തനം നിർത്തിവെക്കണം എന്ന് മാത്രം പറഞ്ഞു. പ്രവർത്തനം 80 നിർത്തിവെച്ചു. അതിനുശേഷം 82 ഇന്ദിരാഗാന്ധി ഇതേക്കുറിച്ച്
പഠിച്ച റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ സയൻറ്റിഫിക് അഡ്വൈസറായിട്ടുള്ള പ്രൊഫസർ ജി കെ മേനോൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ജി കെ മേനോൻ 82-83 ആ വർഷം തന്നെ സമർപ്പിച്ചു. ആ റിപ്പോർട്ട് പ്രകാരം അത് ഇന്ദിരാഗാന്ധി 83 ഇന്ദിരാഗാന്ധി ആ റിപ്പോർട്ട് പഠിച്ച് മനസ്സിലാക്കി ഇത് വേണ്ട എന്നുള്ള തീരുമാനമെടുത്തു. പക്ഷേ 84 മാത്രമേ അത് പ്രഖ്യാപിക്കൂ. 83 അത് അവരെടുത്ത അവസാനത്തെ തീരുമാനം, അവരെ അസാസിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എടുത്ത അവസാനത്തെ തീരുമാനമായിരുന്നു ഇത് സൈലന്റ് വാലി പദ്ധതി മാറ്റിവെക്കണമെന്ന് കേരള ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടണമെന്നുള്ള തീരുമാനം എടുത്തു. 84 രാജീവ് ഗാന്ധി അവരുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി അതിനെ ഒരു നാഷണൽ പാർക്ക് ഡിക്ലെയർ ചെയ്ത് 85 അദ്ദേഹം ഇവിടെ വന്നിട്ട് തന്നെ ചടങ്ങ് നടത്തി. അപ്പോൾ ഇതൊരു വലിയ സമരമായിരുന്നു. പക്ഷേ ആ സമരം തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന സമരമല്ല, ആശയരംഗത്തുള്ള സമരം, പുതിയ ആശയങ്ങൾ ഉത്പാദിപ്പിക്കുക പരിസ്ഥിതി. അതാണ് ഈ സൈലന്റ് വാലി സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നിങ്ങൾ കാണുന്നത്. പരിസ്ഥിതി വികസനം തമ്മിലുള്ള ആ ബന്ധം, അഭേദ്യമായ ബന്ധം മനസ്സിലാക്കി അത് ജനങ്ങളുടെ ചർച്ചാ വിഷയം. അങ്ങനെയാണ് അതുകൊണ്ട് ആ സമരം പരിഷത്ത് നടത്തിയ ആശയ സമരങ്ങളിൽ ഏറ്റവും ശക്തമായ പിൽക്കാലത്തുള്ള മറ്റ് പല പ്രക്ഷോഭങ്ങൾക്കും ഇതൊരു കരുത്തായി, വളരെ കരുത്തേക്ക്. പിന്നീടുള്ള അതിനുശേഷം ധാരാളം പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുണ്ടായി. അവർക്കൊക്കെ പ്രവർത്തിക്കാനുള്ള ആശയം കിട്ടിയത് ഇതിൽ നിന്നാണ് വാസ്തവം. ഞാനതൊരു മേന്മയായിട്ട് പറയില്ല, പക്ഷേ അതൊരു ഇനീഷ്യൽ സ്റ്റേജ് തുടക്കത്തിൽ ഒരു പുതിയ ഒരു ആശയത്തിലേക്ക് നയിക്കുക എന്നുള്ള ആ കാലത്ത് പരിപക്ഷത്തിലുണ്ടായിരുന്ന ധാരാളം പ്രവർത്തകർ, പ്രൊഫസർ പ്രസാദ്, ഡോക്ടർ കെ പരമേശ്വരൻ, ഡോക്ടർ അച്യുതൻ, ആദിത്യ മേനോൻ തുടങ്ങി ധാരാളം വളരെ സീനിയറായിട്ടുള്ള ഈ രംഗത്ത് കർമ്മനിരതരായിട്ടുള്ള ആളുകളുടെ വലിയൊരു നിര തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് പിന്നെ പരിഷത്തിൻ്റെ സംഘടനയും സമ്പൂർണ്ണമായിട്ട് 7 കൊല്ലത്തോളം പരിഷത്തിൻ്റെ മുഖ്യ പ്രവർത്തനം ഇതാണ് പറയാം. ക്യാമ്പയിൻ എന്ന രീതിയിൽ 78 തുടങ്ങിയിട്ട് 84 വരെ. ഇതിൻ്റെ ഒരു 25ാം വാർഷികം ആഘോഷിച്ചു എന്ന് പറഞ്ഞല്ലോ. സൈലന്റ് വാലിയുടെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചതിന്റെ 25ാം വാർഷികം. കേരള ഗവൺമെന്റ്, അതെ, അന്നത്തെ ബിനോയ് വിശ്വൻ വനംവകുപ്പ് മന്ത്രി അദ്ദേഹം ചില അന്ന് പ്രവർത്തിച്ച ആളുകളെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നല്ലോ. അത് ഒന്ന് അത് ഒരു നല്ലൊരു ചടങ്ങാണ്. തൃശ്ശൂർ പീച്ചിരി വെച്ചാണ് നടന്നത്. അത് ആ രംഗത്ത് പ്രവർത്തിച്ച് പ്രൊഫസർ എം കെ പ്രസാദാണ് ഇത് ലീഡ് ചെയ്തത്. ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എം കെ പ്രസാദിന് ഞങ്ങൾക്ക് പരിഷത്തിൽ പറയും 2 പേർക്ക് ഒരു ഫലമൊക്കെ തന്നു ആദരിക്കപ്പെട്ടിട്ടുണ്ട്. സാറ് വന്ന് ആദരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ഇവിടെ ഉണ്ട്, എവിടെയെങ്കിലും ഒരു ഇപ്പൊ നോക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. അക്കാലത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതൊരു ഒരാളുടെ ഒരു വ്യക്തിയുടേതല്ല, ഒരു കൂട്ടായ്മയുടെ വലിയ ഫലമായിരുന്നു. കൂട്ടായ്മയിൽ നിന്നാണ് അത് വന്നത്. കാരണം നമുക്ക് അങ്ങനെ ഒരു ആൾക്ക് തന്നെ പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ആശയമായിരുന്നില്ല. കാരണം അത് നമ്മൾ ഒരു വലിയ ഗ്രൂപ്പിന്റെ നിരന്തരമായ പ്രവർത്തനത്തിലൂടെ ആശയ സംവേദനങ്ങളിലൂടെയൊക്കെ ഉണ്ടായി വരുന്നതാണ് ഈ പരിസ്ഥിതി വികസനം. ശാസ്ത്ര സാമൂഹ്യ വിപ്ലവത്തിന് അതിന്റെ ഒരു മുമ്പേ ഉണ്ടായതാണ്. ആ ആശയം ഉണ്ടാക്കിയതിന് ശേഷം അതിന്റെ പ്രയോഗത്തിലൂടെ, ആശയത്തിന്റെ പ്രയോഗത്തിലൂടെയാണ് പിന്നീട് ഇത് വരുന്നത്. പരിസ്ഥിതി രംഗത്തുള്ള പ്രവർത്തനങ്ങൾ, നിരവധി പ്രവർത്തനങ്ങളാണ്. അങ്ങനെ കേരള സമൂഹത്തിൽ പരിഷത്ത് പുതിയ ഇത്തരത്തിലുള്ള ആശയങ്ങൾ കൊണ്ടുവരികയും പുതിയ പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തുകൊണ്ട് പുതിയ ഒരു നവോത്ഥാനം ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് പറയാം. സൈലന്റ് വാലി സംരക്ഷണത്തിന് ശേഷം ഉണ്ടായിരുന്നത് 25ാം വർഷമാണ്. അതിൽ പ്രവർത്തന മികവ് കൊണ്ട് ഒട്ടേറെ മേഖലകൾ സമ്പന്നമാക്കിയ പ്രൊഫസർ ശ്രീധരൻ സാർ ഇന്നും കർമ്മനിരതനാണ്. ഞങ്ങൾക്കുള്ള ഏറെ സന്തോഷവും അഭിമാനവും എന്താണെന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രവർത്തനങ്ങളിലൊക്കെ നേരിട്ട് പങ്കെടുത്ത സാറിനെ പോലുള്ള ഒരാളുടെ അടുത്ത് വന്ന് ഇങ്ങനൊരു ഇൻ്റർവ്യൂ നടത്തി കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് സാർ. ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത ശേഷം തുടർന്നുള്ള കാഴ്ചകളിലേക്ക് ഞങ്ങൾ ഈ കുന്നിറങ്ങി. കുന്നിൻ ചരിവിലുള്ള മ്യൂസിയത്തിലേക്കാണ് ആദ്യമായി ഞങ്ങൾ പോയത്. സോളാർ പാനൽ സിസ്റ്റം പണിമുടക്കിയതിനാൽ മ്യൂസിയത്തിനകത്ത് നല്ല ഇരുട്ടായിരുന്നു. എങ്കിലും നൈറ്റ് വിഷൻ മോഡിൽ ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകൾ തുറന്നു വെച്ചു. ചില്ലുകൂടിനകത്ത് സ്റ്റഫ് ചെയ്തു വെച്ച പലതും ഗ്ലെയർ നിമിത്തം എനിക്ക് ഷൂട്ട് ചെയ്ത് എടുക്കാൻ കഴിഞ്ഞില്ല.
സൈലന്റ് വാലിയിലെ സസ്യജന്തു വൈവിധ്യങ്ങളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ച് കാഴ്ചയൊരുക്കുന്ന ഈ മ്യൂസിയം വേണ്ടതുപോലെ കാണാൻ കഴിയാഞ്ഞത് ഒരു വലിയ നഷ്ടമായി തോന്നുന്നു. സന്ദർശകർക്കും ശാസ്ത്രകുതുകികൾക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ഹൃദ്യമായ അനുഭവമൊരുക്കുന്ന കേരളത്തിലെ ഒരു അപൂർവ സ്ഥലമാണ് സൈലന്റ് വാലി എന്നതിൽ യാതൊരു തർക്കവുമില്ല. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ദേശീയോദ്യാനമാണിത്. വനം വകുപ്പിൻ്റെ വാഹനം യാത്ര തുടങ്ങിയ സ്ഥലത്ത് ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സഞ്ചാരികൾക്ക് ഷോപ്പിങ്ങിനായി വനശ്രീയുടെ നേതൃത്വത്തിൽ ഒരു ഇക്കോ ഷോപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നു. വന ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ കരകൗശല ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശനത്തിനായും വിൽപ്പനയ്ക്കായും വെച്ചിട്ടുണ്ട്. പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ സാധാരണ വിലയ്ക്ക് സഞ്ചാരികൾക്ക് ലഭിക്കുന്ന ഒരു കേന്ദ്രം. സൈലന്ററി എന്ന് പറഞ്ഞ് പന്തന്നോട് എന്ന് പറഞ്ഞാൽ എന്താ ഒരു 3 ദിവസത്തെ ക്യാമ്പ്, അതായത് മാക്സിമം 20 പേര് വേണം, അല്ലെങ്കിൽ 19, 3 ദിവസത്തേക്ക് ക്യാമ്പ്. ഒരാൾക്ക് വന്നിട്ട് 3500 ഒരാൾക്ക് 3 ദിവസത്തേക്ക്. പിന്നെ ഫുഡും ഒക്കെ നമ്മൾ കുട്ടികൾക്ക് അറേഞ്ച് ചെയ്തിരുന്നല്ലോ നേരത്തെ. അതല്ലാതെ നമുക്ക് അല്ലാതെ വരുന്ന ഫാമിലി ഒക്കെ ആയിട്ട് വന്ന് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം അവിടെ ഇല്ല. ഇല്ല, മേലില്ല. ഇവിടെ ട്രീ ഹട്ട് 2 പേർക്ക് താമസിക്കാൻ അല്ലേ? ആ സൗകര്യം മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് സൗകര്യങ്ങളുള്ള എവിടെയാണ്? റിസോർട്ട് വന്ന് ഒന്ന് എന്താ ചിന്തയ്ക്ക് എന്ന് പറയും. അത് ബഫർ സോണിലാണോ അല്ലെങ്കിൽ പുറത്താണോ? ബഫർ സോണിൽ തന്നെ അല്ലേ? പിന്നെ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് എന്താ കൽക്കണ്ടി, അത് കള്ളമ്മല ആ ഭാഗങ്ങളിൽ റിസോർട്ട് ഉണ്ട്. പിന്നെ എന്താ ചീരക്കടവ് ഭാഗത്ത് റിസോർട്ട് ആണല്ലേ? അതൊക്കെ പ്രൈവറ്റ്. ആ, സൈലന്റ് വാലിയിൽ നിന്നും ഞങ്ങൾ നേരെ യാത്ര തിരിച്ചത് കാഞ്ഞിരപ്പുഴ ഡാം സൈറ്റിലേക്കാണ്. നല്ല മഴയും ഇടിമിന്നലും കാരണം ഡാമിന് മുകളിലേക്കുള്ള റോഡ് അടച്ചിരുന്നു. ഡാമിൻ്റെ വിസ്തൃതിയും മനോഹാരിതയും നല്ല നിലയിൽ ആസ്വദിക്കുന്നതിന് ഇത് തടസ്സം സൃഷ്ടിച്ചു. കുന്തിപ്പുഴയുടെ കൈവഴിയായ കാഞ്ഞിരപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് കാഞ്ഞിരപ്പുഴ അണക്കെട്ട്. 2127 മീറ്റർ നീളവും 30.78 മീറ്റർ ഉയരവുമുള്ള ഈ അണക്കെട്ട് 1961 പണി ആരംഭിച്ച് 1995 പൂർത്തീകരിച്ചത്. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ അണക്കെട്ടിന് 3 ഷട്ടറുകളാണ് ഉള്ളത്. 17,000 ഏക്കർ കാച്ച്മെൻറ്റ് ഏരിയ ഉള്ള ഈ ഡാം 24,000 ഏക്കറിൽ ജലസേചന സൗകര്യമൊരുക്കുന്നു. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ഇതിൻ്റെ റിസർവോയറിൽ മീൻ വളർത്തി വിൽക്കുന്നുണ്ട്. പാലക്കാട്ട് നിന്നും തച്ചമ്പാറ മുതുകുറിശി വഴി ഏകദേശം 35 കിലോമീറ്റർ ദൂരെയാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഈ ഉദ്യാനത്തിനു പുറമെ സഞ്ചാരികൾക്കായി ഇതിനടുത്തുള്ള ബേബി ഡാമിൽ ബോട്ട് സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് സഞ്ചാരികൾക്കായി ഈ ഡാം തുറന്നു പ്രവർത്തിക്കുന്നത്. ഏറെ ഹൃദ്യമായ യാത്രാനുഭവങ്ങളുമായി ഞങ്ങൾ മടക്കയാത്ര തുടങ്ങി. കുന്നിലെ കൊതിച്ചു കാറ്റേ ഉണ്ണാൻ വാ, ഉറങ്ങാൻ വാ, ഊഞ്ഞാലാടാൻ വാ. നിൻകവിളിണയിൽ കനകാംബരം, നീയൊരു നിത്യവസന്തം. കണ്ണുനീർ പൊഴിയോ എന്തോ തിളങ്ങുന്ന സ്വപ്നം കണ്ടിരിച്ചു.
കവിളിൽ തടഞ്ഞു